ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് പഠിക്കാം. നിങ്ങൾ ഓപ്പൺ ഹൈലോ എന്നൊരു മെത്തേഡിനെ കുറിച്ച് കേട്ട് കാണും. അതിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് HLC സ്ട്രാറ്റജി, ഹൈ ലോ ക്ലോസ്. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഞാൻ ഈ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്നും അതിന്റെ പിന്നിലുള്ള മാർക്കറ്റ് സെന്റിമെന്റ്സ് എന്താണെന്നും പറയും. കൂടാതെ എങ്ങനെ സ്റ്റോക്ക് കണ്ടുപിടിക്കണമെന്നും ഫുൾ ട്രേഡിംഗ് സെറ്റപ്പും പറഞ്ഞു തരും. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഭാഗവും മിസ്സാവാതെ മുഴുവൻ പഠിക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കിപ്പോൾ സ്ക്രീനിലേക്ക് പോവാം. HLC എന്ന് പറയുന്നത് ഹൈ ലോ ക്ലോസ് ലോജിക് ബേസ്ഡ് ഒരു മെത്തേഡാണ്. ഇതിൽ നോക്കുന്നത് ഇന്നലത്തെ HLC വാല്യൂസ് ഇന്നത്തെ ലൈവ് പ്രൈസ് ക്ലോസിംഗുമായി ബന്ധപ്പെടുത്തി സ്റ്റോക്കിലുള്ള ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ടോ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇതില് സ്റ്റോക്കിന്റെ പ്രീവിയസ് ക്ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഒരു സ്റ്റോക്കിന്റെ ക്ലോസിംഗ് ഡിസൈഡ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കംഫർട്ടബിൾ ആയ ഒരു സ്ഥലത്തായിരിക്കും അവർ സ്റ്റോക്കിന്റെ പ്രൈസ് ക്ലോസ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തെ ഡയറക്ഷൻ പ്രീവിയസ് ഡേ HLC ബേസ്ഡ് ആയിരിക്കും ട്രെൻഡ് നിർണ്ണയിക്കുന്നത്. HLC ഒരു പ്രൈസ് ബേസ്ഡ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ സാധാരണ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വരുന്ന ലാഗിങ്ങും റീപെയിന്റിങ്ങും എന്നിവ ഒന്നും വരുന്നില്ല. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്യുവർ പ്രൈസ് ആക്ഷൻ ആണ്. ഒരു ട്രെൻഡ് ഫോളോയിങ് മെത്തേഡ് ഉപയോഗിക്കുന്നവർക്കും മൊമെന്റം ട്രേഡ് ചെയ്യുന്നവർക്കും ഈ മെത്തേഡ് ഉപകരിക്കും. HLC സ്ട്രാറ്റജിക്ക് രണ്ട് ഡയറക്ഷൻ ആണുള്ളത്. അതിൽ ആദ്യത്തെ ബുള്ളിഷ് HLC അഥവാ പ്രീവിയസ് ഡേ ഹൈ. ഇവിടെ സംഭവിക്കുന്നത് കറന്റ് ക്യാൻഡിലെ ക്ലോസ് പ്രീവിയസ് ഡേയുടെ ഹൈന് മുകളിൽ ആണ്. അതായത് ഓപ്പണിംഗ് പ്രൈസ് പ്രീവിയസ് ഡേയുടെ ക്ലോസിന് താഴെ പോവാതെ പ്രീവിയസ് ക്ലോസ് ബ്രീച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഈ സമയത്ത് ഒരു സ്ട്രോങ് ബോഡി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടാവും. അതായത് പ്രീവിയസ് ഡേ ഹൈ ബ്രീച്ച് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ടിന് തയ്യാറായി എന്നാണ്. ഇവിടെ ബയേഴ്സ് കൺട്രോളിലാണെന്നും അവർക്ക് പ്രൈസ് ഫർദർ മുകളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു സെന്റിമെന്റ്സ് ആണ്. ഇനി രണ്ടാമത്തെ HLC ഡയറക്ഷൻ ആണ് ബെയറിഷ് HLC അഥവാ പ്രീവിയസ് ഡേ ലോ. ഇവിടെ സംഭവിക്കുന്ന കറന്റ് ഡേ പ്രൈസ് പ്രീവിയസ് ഡേ ക്ലോസും പ്രീവിയസ് ഡേ ലോവും ബ്രീച്ച് ചെയ്ത് ഒരു സ്ട്രോങ് ഡൗൺ മൂവ് ആയിരിക്കുമെന്നാണ്. ഇതിൽ പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു റേഞ്ച് ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ സെല്ലേഴ്സ് ആയിരിക്കും കൺട്രോളിലുള്ളത്. ഇനി എങ്ങനെ നമുക്ക് ഇൻട്രാഡേയിൽ HLC ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇവിടെ കാണുന്ന ടൂളിൽ നമുക്ക് രാവിലെ തന്നെ HLC ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വരാൻ തുടങ്ങും. ഇവിടെ P ഹൈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഡേ ക്ലോസ് ബ്രീച്ച് ചെയ്ത ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളും ബിലോ P പ്രസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഡൗൺ സ്റ്റോക്കുകളുമാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഇതില് പല ഇൻഡെക്സ് ബേസ്ഡുള്ള സ്റ്റോക്കുകൾ നമുക്ക് സ്കാൻ ചെയ്ത് അത് മാത്രം ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നമുക്ക് നിഫ്റ്റി 50 സ്റ്റോക്കുകൾ മാത്രമായോ അല്ലെങ്കിൽ വലിയ മൂവ് തരുന്ന സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ മാത്രമായോ ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ കാണുന്ന FNO ബട്ടൺ അത് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിൽ വരുന്ന സ്റ്റോക്കുകൾ മാത്രം ലിസ്റ്റ് ചെയ്യാം. നിങ്ങളൊരു സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ ഇത് ഉപകരിക്കും. അടുത്തത് HC എന്ന് പറയുന്ന ഫിൽട്ടർ ബട്ടൺ ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഹൈ കൺവിക്ഷൻ ഉള്ള സ്റ്റോക്കുകൾ മാത്രം ഫിൽട്ടർ ചെയ്ത് വെക്കാം. ഹൈ കൺവിക്ഷൻ ഫിൽട്ടറിന്റെ ഗുണം എന്ന് പറയുന്നത് ഇവിടെ 700-ലധികം സ്റ്റോക്കുകളാണ് സ്കാൻ ചെയ്യുന്നതെങ്കിലും നമുക്ക് വളരെ കുറച്ച് റിസൾട്ട് മാത്രമായിരിക്കും ട്രേഡ് ചെയ്യാൻ വരുന്നത്. ഇനി എങ്ങനെ ഇൻട്രാഡേക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി P ഹൈ ഞാൻ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ആ സമയത്ത് വന്ന ഈ സ്റ്റോക്കിന്റെ ഹൈ ബ്രേക്ക് ആയ സമയം ഇവിടെ കാണിക്കുന്നു. അതനുസരിച്ച് നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്താൽ കാണാം ആ റേഞ്ചിൽ നിന്ന് പ്രൈസ് മൂവ് ആയത്. മൂവ് വളരെ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഇവിടെ റിസ്ക് മാനേജ് ചെയ്യുന്നതിനായി എൻട്രി ക്യാൻഡിൽ ലോ SL ആയി നമുക്ക് പ്ലാൻ ചെയ്യാം. എന്നിട്ട് ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ അപ്ലൈ ചെയ്യാം. അതല്ല ഈ ഇൻഡിക്കേറ്റർ ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ലെവൽ ഇവിടെ പറഞ്ഞു തരുന്നു. HLC പ്യുവർ പ്രൈസ് ആക്ഷൻ മെത്തേഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല എൻട്രികൾ എടുക്കുന്നതിനായി നമുക്ക് എൻട്രി ക്യാൻഡിലിന്റെ സ്ട്രെങ്ത് നോക്കേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൽ കാണിച്ചിട്ടുള്ളത് പോലെ സ്മാർട്ട് മണിയുടെ ഫുട് പ്രിന്റ് വളരെ അത്യാവശ്യമാണ്. അത് നമുക്കൊരു അഡീഷണൽ കൺവിക്ഷൻ തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന കൂട്ടുകാരിലേക്കും അയച്ചു കൊടുക്കുക. അതുപോലെ ഞാനിന്ന് ഉപയോഗിച്ച ഈ ടൂളുകളുടെ ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം.